ഇടയിലക്കാട് ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താനാണ് യുഡിഎഫിന്റെ ശ്രമമെന്ന് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ. സ്കൂൾ പ്രവർത്തനം ആഗസ്റ്റ് 29 തന്നെ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റും LDF അംഗങ്ങളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. This news sponsored by Jyoti Institute of Medical Technology, Nityananda Building, Main Road, Kanjangad. യുഡിഎഫിന്റെ 5 ആളുകളുടെ വിയോജന കുറിപ്പോടെയാണ് നമ്മൾ 29-ാം തീയതി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് 29 ഡേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. മറിച്ച് പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണ്. അതിന്റെ ലെറ്ററും അതിന്റെ ഡീറ്റെയിലും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇടയിലക്കാട് ബഡ്സ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് തടയാനാണ് UDF മെമ്പർമാരും UDF പഞ്ചായത്ത് കമ്മിറ്റിയും ശ്രമിക്കുന്നതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവിന്റെയും LDF അംഗങ്ങളുടെയും പ്രധാന ആരോപണം. ആയയുടെ നിയമനത്തിന്റെ പേരിൽ സ്റ്റേ ഓർഡർ വാങ്ങിയും ഭരണസമിതി യോഗത്തിൽ തീരുമാനമെടുത്തില്ല എന്ന വ്യാജ പ്രചരണം നടത്തിയും ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് തടയിടാനാണ് UDFിന്റെ ശ്രമം. UDFിന്റെ സഹായത്തോടെ ആയ നിയമനത്തിന് ഉദ്യോഗാർത്ഥി ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ സാഹചര്യത്തിൽ ബഡ്സ് സ്കൂൾ പ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഭിന്നശേഷി മക്കളെ പരിപാലിക്കാൻ സ്വയം സന്നദ്ധയായി മറ്റൊരു സ്ത്രീ മുന്നോട്ട് വന്നതോടെ ഹൈക്കോടതിയുടെ അന്തിമ വിധി വരുന്നതുവരെ ഇവരെയാണ് സേവനത്തിന് നിയോഗിച്ചിട്ടുള്ളതെന്നും ആഗസ്റ്റ് 29 തന്നെ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ഒരു വർഷമാണ് മാക്സിമം ഈ താൽക്കാലിക ജീവനക്കാരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പഞ്ചായത്തിൽ. പക്ഷേ 4 വർഷമായിട്ടും കഴിഞ്ഞ ഭരണസമിതി എടുത്ത ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ തന്നെ മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഒരു ഭരണസമിതി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. അങ്ങനെ സ്വന്തക്കാരെ തിരികെ കയറ്റാനോ അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടാണെങ്കിൽ 1-2 റാങ്കുകാരി ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തരത്തിലേക്ക് പിന്നെ തിരികെ കയറ്റൽ എങ്ങനെയാണ്? 1-ാം റാങ്കുകാരിയെയും 2-ാം റാങ്കുകാരിയെയും വെച്ച് 3-ാം റാങ്കുകാരിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും പറയണം. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന ഈ രേഖകളിലൊക്കെ ഈ പറയുന്ന എല്ലാ ആളുകളെയും കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് 1-2 റാങ്കുകാരിക്കുള്ള വിവരവും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കുടുംബശ്രീയുടെ EDക്ക് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സ്പഷ്ടീകരണത്തിന് കത്തെഴുതി. ആ സ്പഷ്ടീകരണത്തിൽ അതിന്റെ കോപ്പി ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് തരാം. തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ UDF നടത്തുന്ന രാഷ്ട്രീയ നാടകമാണ് ഇതെന്നും LDF കുറ്റപ്പെടുത്തുന്നു. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവനോടൊപ്പം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്യാമള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല, EK മല്ലിക, K മനോഹരൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.